അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഓരോ നമസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ അവസാനത്തിലെ തശഹുദിൽ നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണമേ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനും. അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം. അതിന്റെ അനിവാര്യ ഘടകമാണ് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യലും അള്ളാഹുവിനെ ഓർക്കലും. ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ദുആ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക്, എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദി കാണിക്കാനുള്ള ശക്തമായ പ്രേരണ നീ എനിക്ക് നൽകണമേ.